2021-25 വർഷ അരീക്കോട് പഞ്ചായത്ത് ഭരണസമിതി കാലാവധി അവസാനിക്കുകയാണ്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് 18 വാർഡുകളിലായിട്ട് നടത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളും തുല്യമായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും ലൈറ്റുകൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഇലക്ട്രിക് ലൈനുകൾ വലിച്ചു. ലൈഫ് മിഷൻ മുഖാന്തരം 200ഓളം കുടുംബങ്ങൾക്ക് വീടുകൾ നൽകി. PMAY മുഖാന്തരം 40ഓളം വീടുകൾ നൽകി. അതുപോലെ തന്നെ 4000ഓളം ഹൗസ് കണക്ഷൻ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് നൽകാൻ സാധിച്ചു. ഏറ്റവും നല്ല കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വയോജന ടൂർ സംഘടിപ്പിച്ചു. 1000ഓളം ആളുകൾ വരുന്ന. അതുപോലെ തന്നെ ഭിന്നശേഷി കലോത്സവം, അംഗനവാടി കലോത്സവങ്ങളൊക്കെ വലിയ രീതിയിൽ സംഘടിപ്പിച്ചു. അതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളിൽ എല്ലാ പഞ്ചായത്തിലെ 90% റോഡുകളും ടാറിങ്ങും കോൺക്രീറ്റുകളും ചെയ്തു. അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ ഭരണസമിതി ഇറങ്ങിപ്പോകുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. തുടർന്നും ഈ ഭരണസമിതി തന്നെ, UDFൻ്റെ ഭരണസമിതി തന്നെ പൂർവാധികം ശക്തിയോടെ തന്നെ തിരിച്ചു വരും എന്നും കൂടിയാണ് ഈ സമയത്ത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ ഭരണസമിതി നമുക്ക് പിന്തുണ നൽകിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഈ ഭരണസമിതിയുടെ പ്രവർത്തനത്തിന് 18 മെമ്പർമാരും ഒറ്റക്കെട്ടായി നിന്നു എന്നുള്ളതും ഏറ്റവും വലിയ ഒരു സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. ഈ ഭരണസമിതി അവസാനിക്കുമ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ ഭരണസമിതിക്ക് പിന്തുണ നൽകിയ മുഴുവൻ ആളുകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. പ്രിയപ്പെട്ടവരെ, അരീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൗഷർ കല്ലടയാണ് നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത്.